ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. വന്യമൃഗശല്യം മൂലം നാട്ടിലാകെ കൃഷി ഉപേക്ഷിക്കാൻ കർഷകർ ഒരുങ്ങുമ്പോൾ മീൻതുള്ളിയിലെ മത്തായി ചേട്ടൻ അവകാശപ്പെടുന്നത് തൻ്റെ കൃഷിസ്ഥലത്ത് പന്നിയുടെ കടന്നുകയറ്റമോ ശല്യമോ ഉണ്ടാവുന്നില്ല എന്നതാണ്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ പ്ലാസ്റ്റിക് വല കൊണ്ട് ചുറ്റും വേലി തീർക്കുകയും അതിൽ കക്കിരി, കോവൽ, വെള്ളരി തുടങ്ങിയ കൃഷികളുടെ വിജയഗാഥയും ഈ കർഷകൻ തീർക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്, കൃഷിഭവൻ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളും അനവധി അവാർഡുകളും വിവിധ സംഘടനകളുടെ പുരസ്കാരങ്ങളും മത്തായി ചേട്ടനെ തേടിയെത്തിയിട്ടുണ്ട്. പ്രായം തളർത്താത്ത മനസ്സുമായി വലിയ രീതിയിലുള്ള കുരുമുളക് കൃഷിത്തോട്ടവും മത്തായി ചേട്ടനുണ്ട്. ചേന, കപ്പ മുതൽ ഏത്തവാഴ കൃഷിയിലും ഏകനായി താമസിക്കുന്ന മത്തായി ചേട്ടൻ അതീവ ശ്രദ്ധ പുലർത്തുകയാണ്. പഞ്ചായത്തിലെ തന്നെ മാതൃകാ കർഷകനായിട്ടാണ് സർവ്വസമയവും കൃഷിയെ സ്നേഹിക്കുന്ന ഈ കർഷകൻ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അവിടെ ചേനയും അതുപോലെ തന്നെ മരച്ചീനി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതാ മുട്ടി വരെ പന്നി കയറുന്നുണ്ട്. അപ്പൊ ഈ നെറ്റ് മൂലം ഉള്ളിലേക്ക് പന്നി വരുന്നില്ല, നല്ല ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ. അതാണല്ലോ അതിന്റെ ഉള്ളിൽ എന്തെല്ലാം കൃഷിയുള്ളത്. അതിനുള്ളിൽ ഇപ്പം ചേന, മറ്റേ കപ്പ, അതുകൂടാതെ നെറ്റൽ, കക്കിരി, അത് വെള്ളരി വേണ ഇടാം, കുമ്പളം ഇടാം, ഇത് പടവലം, വള്ളിയായിട്ടുള്ള ഏത് വിടാം. അപ്പൊ നമ്മൾ ഈ മുടക്കുന്ന വലയുടെ ഒരു 4 ഇരട്ടി, 4 അല്ല, അതിൽ കൂടുതൽ നമുക്ക് ആദായം കിട്ടുന്നുണ്ട്. ഇതിപ്പം 7 അടി കൂടി പൊക്കമില്ലേ, 7 അടി പൊക്കം ഇട്ടേക്കുന്നത് കക്കിരിയൊക്കെ കയറാനാ. പന്നിക്ക് മാത്രമാണ് ഇതിന്റെ പകുതി മതി. ഇതിന്റെ പകുതി പൊക്കം മതി. നമ്മൾ ഇങ്ങനത്തെ ഉപയോഗത്തിലായിട്ടാണ് ഇങ്ങനെ പൊക്കത്തിലിട്ടേക്കുന്നത്. നിലത്തേക്ക് 1 മീറ്റർ അടിയിൽ നിന്ന് വലിച്ചിടണം, അടിയിൽ 1 മീറ്റർ വലിച്ചിടണം. എന്നിട്ട് ഉൾഭാഗത്ത് വേണം എന്തെങ്കിലും നടാൻ, കാരണം എന്നാലേ അതിന് വളവിടാനും കളയ്ക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിയുമ്പം പന്നി ഇവിടുന്ന് വരുമ്പോൾ ഈ വല ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ചവിട്ടുന്ന വല വന്ന് ചവിട്ടും. അത് കാരണം അതിന് ഇപ്പറേ വരുവുള്ളൂ, വല ചവിട്ടിയാൽ കുടുങ്ങും. മറ്റേത് ലെവലിൽ കിടന്നാൽ ഇത് അടിക്കൂടെ കയറും. അത് നമ്മളെ പഞ്ചായത്തിൽ മൊത്തം പന്നിയുടെ ആക്രമണമാണ്. പക്ഷെ നിങ്ങളെ ഇതിൽ ഈ നെറ്റിനുള്ളിൽ പന്നി ഇതുവരെ കയറിയിട്ടാണ്. സർവീസിലെ ഈ വാഴയെല്ലാം വന്നു. അതെ, ഇത് പുറത്ത് വാഴ വന്നിട്ടുണ്ട്. ഇത് ചേർന്ന് വരുന്നുണ്ട്, അവിടെ വരുന്നു, മിക്കവാറും ദിവസം വരുന്നുണ്ട്. ഇത് ഒരാഴ്ചയിൽ 1 ജോലിയില്ലാത്ത വരുന്നുണ്ട്. ഇവിടെ എല്ലാം കുത്തുന്നുണ്ട് വന്ന്. പക്ഷെ ഇതിനുള്ളിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല. കയറിക്ക് ആ കപ്പ ഒരെണ്ണം കുത്തിയിട്ട് സാറിനിട്ടില്ലേ, അതുപോലെ ചേന കണ്ടില്ല പറിച്ചു കൂട്ടിയേക്കുന്നത്, ഒറ്റ ചേന പോലും കുത്തിയിട്ടില്ല. അതായത് പന്നിക്ക് ഏറ്റവും ആവശ്യമില്ല കിഴങ്ങ് വർഗ്ഗങ്ങൾ അതിന്റെ ഉള്ളിലായില്ലേ, പക്ഷെ അതിൻ്റെ ഉള്ളില്ല, കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കിപ്പം ഇത് കക്കിരി അത് നടന്ന വകയില് മുടക്കേണ്ടി ഒരു 4 ഇരട്ടി കൂടുതൽ പൈസ കിട്ടുന്നുമുണ്ട്. നെറ്റ് ഇടേണ്ട പൈസയിലെ 4 ഇരട്ടി കക്കിരി. 4 ഇരട്ടി അല്ല, നെറ്റിന് വലിയ പൈസ ഇല്ലെന്നേ. ഈ നെറ്റ് എന്ന് പറയുന്നത് ഈ പാവലിനും പയറിനും ഒക്കെ 12 ഇടാൻ വേണ്ടി ഇത് വാങ്ങുന്ന നെറ്റില്ലേ, അത് ഏതാണ്ട് ഒരു 7-8 മീറ്റർ വീതിയുണ്ട്. അതിന്റെ നടുക്കൂടെ ഒരു മഞ്ഞ നൂല് കൊടുത്തിട്ടുണ്ട്. അതിൽ അങ്ങ് കട്ട് ചെയ്യണം. അപ്പൊ 2 പീസ് കിട്ടും. ഇതൊരു പീസാണ്. ആ ഒരു പീസ് ഒരു 1 മീറ്റർ ഇങ്ങോട്ട് മാറ്റിയിടുക, ബാക്കി മുകളിലോട്ട് വെക്കുക. എന്നിട്ട് ഉൾഭാഗത്ത് കക്കിരിയോ വെള്ളരിയോ ഇങ്ങനെ വള്ളിയാകുന്ന നട്ടി കൊടുക്കുക. അപ്പൊ ഇതുവഴി അങ്ങ് കയറിക്കോളും. അങ്ങനെ കഴിഞ്ഞാൽ ഒരു കാരണത്താലും പതി കയറിയിട്ട് ഇതുവരെ കയറിയിട്ടില്ല. നമ്മുടെ അനുമോദ ഇവിടെ അടുത്ത ആർക്കും ഇല്ല. ഇതെല്ലാം കപ്പയായിരുന്നു അവരുടെ, എല്ലാം തീർന്നു, അതെല്ലാം അല്ല. ഇവിടെ അടുത്ത് എനിക്ക് അറിവ് കപ്പയില്ല, ബാക്കി കപ്പയില്ല, ചേനയില്ല, മുഴുവനും പന്നി കളച്ചു. അപ്പൊ ഇത് മറ്റു കർഷകർക്കുള്ള ഒരു നിർദ്ദേശമാണല്ലേ, ഈ നെറ്റ് വാങ്ങി കെട്ടണം. അതെ അതെ അതെ, മത്തായി ചേട്ടന്റെ ഒരു നിർദ്ദേശമാണ്. നെറ്റ് കെട്ടുക എന്ന് പറഞ്ഞാൽ വെറുതെ തൂക്കിയാ പോരാ. ഞാൻ പറഞ്ഞ പോലെ 1 മീറ്റർ അടിയിൽ നിന്ന് വലിച്ചിടണം പുറത്തേക്ക്. അകത്ത് വേണം എന്തെങ്കിലും നട്ടാലേ നമുക്ക് ലാഭമുള്ളൂ. അത് തന്നെയല്ല, ഇത് കണ്ടില്ല ഒരു വള്ളി കിടക്കുന്നുണ്ടോ. അപ്പൊ ഇനി ആ വള്ളി കളയണമെങ്കിൽ കപ്പയൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് വള്ളി പറിച്ച് മാറ്റിയേച്ച് നമ്മൾ നെറ്റിൽ അഴിച്ചു വെക്കും. ഒരു 5-6 കൊല്ലത്തിനുണ്ടാവും ഈ നെറ്റ്. 8 അല്ല, കാരണം 8 വർഷത്തോളം നിൽക്കും. 8 അല്ല, കാരണം എനിക്ക് അപ്പുറം കെട്ടിക്കുന്ന നെറ്റ് ഇത് കണ്ണി അടുത്ത നെറ്റാണ്. കുറെ വർഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാ? അല്ലല്ല, ഞാൻ ഈ കൊല്ലം പരീക്ഷിച്ചു. കഴിഞ്ഞ കൊല്ലത്തെ കപ്പ മുഴുവനും ചേനയും പപ്പ കളഞ്ഞു, ഒരൊന്നും കിട്ടിയില്ല. ചേനയും കപ്പയും മുഴുവൻ കപ്പ. അന്നേരം ഞാൻ മനസ്സിൽ ഇങ്ങനെ ആശയം കണ്ടു, എന്നിട്ട് ആണ് ഇത് ചെയ്തത്. ഇനി എനിക്ക് വേറൊരു ആശയം കൂടെ ഉണ്ട്, അത് അടുത്ത പ്രാവശ്യം ചെയ്തു കൊടുക്കും. അതല്ലേ, പുറത്തോടൂല ഇപ്പം വിടുക ചെയ്ത് കഴിയുമ്പോൾ വേറെ ആശയമുണ്ട് ഇതിന്റെ. അപ്പൊ ഇത് നമ്മള് ചാനലിലൂടെ മറ്റുള്ള കർഷകർക്കും കൂടി അറിയിക്കുന്നുണ്ട്. അതെ, കാരണം നിങ്ങളെ പരീക്ഷണ വിജയം മറ്റു കർഷകർക്കും മിക്കവാറും പേരെ എനിക്ക് അറിയാം. ഇവരൊക്കെ പുള്ളിയൊക്കെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അതെ 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 അതെ. അല്ല, നിങ്ങളുടെ ഒരുപാട് ആൾക്കാർ മാതൃകയാക്കുന്നു. ഇപ്പൊ നമ്മളെ പഞ്ചായത്തിൽ കുരുമുളക് മെതി യന്ത്രം ആദ്യമായിട്ട് പുറത്തിറക്കിയ മത്തായി ചേട്ടനാണല്ലോ. കുരുമുളകില് ഗ്രാഫ്റ്റ് സംവിധാനം, തിപ്പലിയിലെ ഗ്രാഫ്റ്റിംഗ്, അതുപോലെ പച്ചക്കറിയില് ഗ്രാഫ്റ്റ്, തക്കാളിയിലും തന്നെയല്ല. നമ്മൾ അന്നത്തെ ക്ലാസ് നടത്തിയില്ലേ ചെറുപുഴ സാറ്, അന്ന് ഓരോരുത്തർക്ക് ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും ബഡിങ്ങും
അപ്പൊ നമ്മൾ ചെയ്തത് എല്ലാം പിടിച്ചു, അതെ. എല്ലാം പിടിച്ചു. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ പിടിക്കത്തില്ല, കുറെ നാൾ ചെയ്താലേ പഠിക്കുള്ളൂ. അപ്പൊ പിടിക്കുമെന്നുള്ളതിനൊരു തെളിവാണത്, സാറ് കണ്ടല്ലോ. അപ്പൊ സാറിന് പറയാമല്ലേ, നമ്മൾ പോയി കണ്ടതാണ്, ലെയറിങ് ചെയ്തതും. നമ്മള് പല സ്ഥലങ്ങളിലും ദിനംപ്രതി പന്നിയുടെ ആക്രമണം കർഷകരെ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പന്നിയെ വളരെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന ഒരു കർഷകൻ, മീൻതുള്ളിയിലെ കർഷകൻ മത്തായി ചേട്ടൻ. അദ്ദേഹം വളരെ ശാസ്ത്രീയമായി കൃഷി രീതി ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കുരുമുളക് കൃഷിയിൽ കുരുമുളക് കർഷകൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പഠനത്തിനായി ഇവിടെ എത്തിച്ചേരുന്ന ഒരു കൃഷി സ്ഥലമാണിത്. ഇവിടെ ചേന, അതുപോലെ തന്നെ മരച്ചീനി, ഇങ്ങനെയുള്ള മഞ്ഞള്, ഇങ്ങനെയുള്ള കൃഷികൾ, അതുപോലെ തന്നെ പച്ചക്കറികൾ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്. ചുറ്റും അദ്ദേഹം വേലി തീർത്തുകൊണ്ടാണ് പന്നിയെ പ്രതിരോധിക്കുന്നത്. ചുറ്റുമുള്ള കൃഷിസ്ഥലങ്ങളിൽ പന്നിയുടെ വിളയാട്ടം വളരെ സജീവമായി ഉണ്ടാകുന്ന സമയത്തും ഈ പ്രദേശത്ത് ഒരു പന്നി പോലും അദ്ദേഹത്തെ ആക്രമിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ കൃഷിയിടങ്ങളെ ആക്രമിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് തെളിവായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇത് ഒരുപാട് ചേന കൂട്ടിയിട്ടിട്ടുണ്ട്. ചേന സ്ഥിരം ചെയ്യുന്ന കർഷകനാണ് അദ്ദേഹം. അതുപോലെ തന്നെ കുരുമുളകില് അദ്ദേഹം പല പരീക്ഷണങ്ങളും നടത്തലുണ്ട്. ഗ്രാഫ്റ്റിംഗ് രീതി, അതുപോലെ തന്നെ നാഗപതി രീതി, ഇങ്ങനെയുള്ളത്. പച്ചക്കറികളിൽ പോലും ഗ്രാഫ്റ്റിംഗ് പരീക്ഷണം നടത്തുന്ന, തക്കാളിയെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് വിജയിപ്പിച്ച കർഷകനാണ്. ഇത്രയും പ്രായമായിട്ടും അദ്ദേഹം വളരെ സജീവമായി, ഇപ്പോൾ മൂലം ഒരു സർജറി കഴിഞ്ഞ് അദ്ദേഹം കിടപ്പിലാണ്. ഇത് 2-3 ദിവസമായി ഇപ്പം വീണ്ടും സജീവമായിട്ടുള്ളത്. അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് പോലും തൻ്റെ കൃഷി പരിപാലിക്കുന്നതിന് വേണ്ടിയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും തീർത്തുകൊണ്ട് വളരെ സജീവമായി നമ്മുടെ പഞ്ചായത്തിൽ ഉള്ള ഒരു കർഷകനാണ് നമ്മുടെ മത്തായി ചേട്ടൻ. അത് ഏതായാലും മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.